അപ്പം നമ്മൾ ഭാഷയും ആശയവിനിമയം എന്നുള്ള യൂണിറ്റ് 3-ന്റെ 1-ാം ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം അതിനകത്ത് നമ്മൾ മനുഷ്യഭാഷയുടെ സവിശേഷതകൾ, എങ്ങനെയാണ് ഒരു ആശയവിനിമയം നടക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ ആലോചിക്കുമ്പം നമ്മൾ രണ്ടുപേര് നിന്ന് സംസാരിക്കുന്നു, നമ്മൾ എത്രയ്ക്കോ കാര്യങ്ങൾ പറയണം, എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം, അതിൻ്റെ ഇടയിലൊക്കെ ഇത്രയും സങ്കീർണതകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇത്രയും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു ലേഖനം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നടക്കുന്നുണ്ടോ നമ്മൾ രണ്ടുപേര് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ 1-ാം ഭാഗത്തിൽ വിശദമായിട്ട് ആശയവിനിമയം എന്താണെന്ന് കണ്ടു കഴിഞ്ഞു, അതിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഭാഷണത്തിൽ വരുന്ന ഘടകങ്ങളും അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തിൽ കാണാൻ പോകുന്നത്, നമ്മൾ ഭാഷണത്തിൽ കൂടെ മാത്രമല്ലല്ലോ ആശയവിനിമയം നടക്കുന്നത്, നമ്മൾ എഴുത്തിലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലേ. ഇപ്പം നമ്മൾ എത്രയോ നോവലുകൾ വായിക്കുന്നു, പത്രം വായിക്കുന്നു, അതൊക്കെ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതിൻ്റെ ലേഖകന് പറയാനുള്ളത് ഇല്ലെങ്കിൽ റൈറ്റർക്ക് പറയാനുള്ളത് നമ്മൾ അനുഭവിക്കുന്നു, അറിയുന്നു, അങ്ങനെയല്ലേ. അപ്പം അതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പം അതിനുമുണ്ട് ഈ പറഞ്ഞ പോലെ സംഭാഷണത്തിൽ വരുന്ന പോലെയുള്ള 5 ഘട്ടങ്ങൾ ലിഖിത സമ്പ്രദായത്തിലും വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ സംഭാഷണത്തിൽ കണ്ട പോലെ തന്നെ ഉത്ഭവസ്ഥാനം, പ്രേക്ഷകം, സഞ്ചാരപഥം, ആദായി, പ്രാപ്യസ്ഥാനം, അതൊക്കെ തന്നെയാണ് അതിൻ്റെയും 5 ഘടകങ്ങൾ. പക്ഷേ അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഈ എഴുത്തിൽ അല്ലെങ്കിൽ ലിഖിത സമ്പ്രദായത്തിൽ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ലേഖകനാണ്. അദ്ദേഹമാണല്ലോ ഇത് എഴുതുന്നത്. മെസ്സേജ് പാസ് ചെയ്യുന്ന ആളാരാണ്? ലേഖകനാണ്. അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം. ഇനി അവിടെ സംവേദനം ചെയ്യുന്ന ഘടകത്തിന് എന്താ പറയാ? പ്രേക്ഷകം എന്നാണ് പറയാ അല്ലേ. അപ്പം അവിടെ പ്രേക്ഷകമായിട്ട് വരുന്നത് എന്താണ്? പേന അല്ലെങ്കിൽ പെൻസില്. നമ്മൾ പേന അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ടല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പം അതാണ് അതിൻ്റെ പ്രേക്ഷകമായിട്ട് വരുന്നത്. ഇനി ഏതാണ് അവിടെ വരുന്ന മാധ്യമം അല്ലെങ്കിൽ സഞ്ചാരപഥം? ഈ പേനയും പെൻസിലും വെച്ചിട്ട് എവിടെയാണ് എഴുതുന്നത്? കടലാസിൽ. അപ്പം കടലാസാണ് അവിടുത്തെ സഞ്ചാരപഥമായിട്ട് വരുന്നത്. ഇനി അടുത്തത് എന്താണ്? വിസങ്കേതനം ചെയ്യാനാണ്. വിസങ്കേതനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജിനെ അതിൻ്റെ പൂർവ്വ രൂപത്തിലേക്ക് ആക്കുന്ന ഘടകം. ആ ഘടകം ഏതാണ്? ആദായിയാണ് അവിടുത്തെ ഘടകം അല്ലേ. ആ ആദായി ഏതാണ്? ലിഖിത രൂപത്തിലെ ആദായി വായിക്കുന്ന ആളുടെ കണ്ണിൽ നിന്ന് തലച്ചോറിലോട്ടുള്ള നാഡികളാണ് അവിടെ ആദായിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ആശയം വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് അതിൻ്റെ ആശയം കറക്റ്റായിട്ട് കിട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ വായിക്കുന്ന സാധനം നമുക്ക് തലച്ചോറിലോട്ട് എത്തണം. അപ്പം ആ തലച്ചോറാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആശയം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത്. അപ്പം അതാണ് അവിടുത്തെ, ആ നാഡികളാണ് അവിടുത്തെ ആദായിയായിട്ട് വർത്തിക്കുന്നത്. എവിടെ നിന്ന് എവിടേക്കുള്ള നാഡികൾ? കണ്ണിൽ നിന്നും തലച്ചോറിലോട്ടുള്ള നാഡികൾ. അതാണ് അവിടുത്തെ ലിഖിത രൂപത്തിലെ ആദായിയായിട്ട് വർത്തിക്കുന്നത്. ഇനി ആരാണ് പ്രാപ്യസ്ഥാനം? അത് ആരാണോ അത് വായിക്കുന്നത്, ആ ലേഖകൻ എഴുതിയിട്ടുള്ള കാര്യം വായിക്കുന്നത് ആരാണോ അവരാണ് അതിൻ്റെ പ്രാപ്യസ്ഥാനമായിട്ട് വരുന്നത്. അപ്പം ഒന്നുകൂടെ പറയാം. ഉത്ഭവസ്ഥാനം ലേഖകനാണ്, പ്രേക്ഷകം പേന അല്ലെങ്കിൽ പെൻസിലാണ്, സഞ്ചാരപഥം കടലാസാണ്, ആദായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡികളാണ്, വായിക്കുന്ന ആളുടെ കണ്ണിൽ നിന്നും തലച്ചോറിലോട്ടുള്ള നാഡികളാണ് ആദായിയായിട്ട് വർത്തിക്കുന്നത്. പ്രാപ്യസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇത് വായിക്കുന്നത്, അദ്ദേഹമാണ് അതിൻ്റെ പ്രാപ്യസ്ഥാനം. അപ്പോൾ ഇതാണ് ലിഖിത സമ്പ്രദായത്തിലെ 5 ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള ഹെഡിങ് എന്താണെങ്കിൽ ആശയവിനിമയത്തിലെ ഇതര രീതികൾ എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ സംഭാഷണത്തിൽ കൂടെയുള്ള ആശയവിനിമയം കണ്ടു, ലിഖിത രൂപത്തിൽ എഴുത്ത് ഭാഷയിൽ വരുന്ന ആശയവിനിമയം കണ്ടു. അപ്പം ഈ 2 രീതിയിൽ മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. അംഗവിക്ഷേപത്തിൽ കൂടെ, ആക്ഷനിൽ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെ അംഗവിക്ഷേപങ്ങൾ വഴി ആശയവിനിമയം നടത്തുന്നതിനെയാണ് അംഗവിക്ഷേപ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം അതും ആശയവിനിമയത്തിന്റെ ഒരു രീതിയാണ്.
ഇനി നമ്മൾ ആശയവിനിമയമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ചില സൂചനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചകങ്ങളൊക്കെ കാണുമ്പം നമുക്കിത് ആശയവിനിമയമാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ അത് ശരിയായിട്ടുള്ള ആശയവിനിമയമല്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഉദാഹരണം പറയാം. അപ്പം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഒരു തീയും പുകയും തമ്മിലുള്ള ബന്ധം അത് കാര്യകാരണ ബന്ധമാണ്, വ്യവസ്ഥാപിതമല്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ പറയും, ഇപ്പോൾ തീ ഉണ്ടെങ്കിലേ പുക ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ അതൊരു ആശയവിനിമയം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ എവിടുന്നോ പുക പോകുന്നുണ്ട്, അപ്പോൾ പിന്നെ അത് അവിടെ തീ കത്തുന്നുണ്ടായിരിക്കാം എന്ന് നമ്മൾ ധരിക്കും. അതൊരു ആശയവിനിമയമാണ്, അതും ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്ന് നമുക്ക് ചിന്തിക്കും. അതൊരു സൂചനയാണ്, കമ്മ്യൂണിക്കേഷനാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിന് കറക്റ്റായിട്ടൊരു വ്യവസ്ഥ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തീ ഉണ്ടെങ്കിൽ മാത്രമേ പുകയുണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം അവിടെ പുകയുണ്ടാവും അല്ലേ. അപ്പോൾ തീ മാത്രമാണ് പുകയ്ക്ക് കാരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ വേറെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിയുടെ കൂവല്. ഇപ്പോൾ കോഴി കൂവിന്ന് കേട്ട് കഴിഞ്ഞാൽ പുലർച്ചെയായി നേരം വെളുത്തു എന്ന് നമ്മൾ ധരിക്കുന്നത് ഒരു ആശയവിനിമയമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലുമില്ല. കോഴി ഇപ്പം കൂവാനായിട്ട് നേരം വെളുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അർദ്ധരാത്രിക്കും കോഴി കൂവാറുണ്ട്. അതുകൊണ്ട് അതിനെ ഒരു വ്യവസ്ഥ ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇന്നതുകൊണ്ടേ കോഴി കൂവുള്ളൂ, ഇന്നതുകൊണ്ടേ പുകയുണ്ടാവുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒരു വ്യവസ്ഥയുടെ അണ്ടറിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അണ്ടറിൽ അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അതുപോലത്തെ മറ്റൊരു ഉദാഹരണമാണ് കണ്ണിലെ കലക്കം. ഇപ്പോൾ കലങ്ങിയിരിക്കുന്ന കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? ഒരു നിർബന്ധവുമില്ല. കണ്ണ് കലങ്ങിയിരിക്കാനായിട്ട് പൊടി പോയാലും കലങ്ങും, കണ്ണിന് അസുഖം വന്നാലൊക്കെ കണ്ണ് കലങ്ങും. അപ്പം അതൊന്നും ആ സൂചനകൾ കൊണ്ടൊന്നും നമുക്ക് ഒരു ആശയവിനിമയമാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ കാറ്റഗറി എന്താണ്? ആശയവിനിമയമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. ഈ തീയും പുകയും തമ്മിലുള്ള ബന്ധം, അതുപോലെ കണ്ണിലെ കലക്കം, കോഴി കൂവല് ഒക്കെ അതിന് ഉദാഹരണമാണ്. അപ്പം ആ ഒരു ടൈറ്റില് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തത് നമ്മൾ പറയുന്നത് വൃത്താന്ത പഠന സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ്. അത് ഇതിനകത്ത് വരുന്നൊരു ചെറിയ ഹെഡിങ് ആണ്. അപ്പം അതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് വളരെ സിമ്പിളായിട്ട് ഒരു സന്ദേശത്തെ ഫലപ്രദമായി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാം എന്നാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു ഉത്ഭവസ്ഥാനത്തിൽ നിന്ന് ഉത്ഭവിച്ച സന്ദേശം നമ്മൾ പ്രാപ്യസ്ഥാനത്തോട്ട് എത്തുന്നു, വളരെ ഫലപ്രദമായിട്ട് എത്തിക്കുന്നു. ഈ ഒരു കാര്യമാണ് ഈ ഒരു വൃത്താന്ത പഠന സിദ്ധാന്തത്തിനകത്ത് പറയുന്നത്. അതിനെയാണ് ഈ വൃത്താന്ത പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പം ഈ വൃത്താന്ത സിദ്ധാന്തം എങ്ങനെയാണ് അതിനകത്ത് കുറച്ചും കൂടെ അത് പ്രാക്ടിക്കലായിട്ട് നടത്താൻ പറ്റുന്നത്, എങ്ങനെ അത് ഫലപ്രദമായിട്ട് വൃത്താന്ത സിദ്ധാന്തം കൈകാര്യം ചെയ്യാമെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് വിജയകരമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രാപ്യസ്ഥാനത്തോട്ട് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ പറയുന്ന ഹെഡിങ്ങിനകത്തോട്ട് പറയുന്നത്. അപ്പം അതിനുള്ള ഒരു 2-3 ടിപ്സാണ് പറയുന്നത്, എങ്ങനെ ഒരു സന്ദേശത്തിന് നമുക്ക് ഏറ്റവും വിജയകരമായിട്ട് അതിൻ്റെ പ്രാപ്യസ്ഥാനത്തേക്ക് എത്താം എന്നുള്ളതിന് 2-3 ടിപ്സ്. അതിൽ ആദ്യത്തെ ടിപ്പാണ് ഏറ്റവും കുറച്ച് സങ്കേത ചിഹ്നങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഒരുപാട് സങ്കേത ചിഹ്നങ്ങൾ ഉപയോഗിക്കാതെ വളരെ കുറച്ച് സങ്കേത ചിഹ്നങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത്, ഏറ്റവും വേഗത്തിൽ ആശയവിനിമയ പ്രക്രിയ നടത്തുക. വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ ഏറ്റവും പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത് പറയണത് എന്താണെങ്കിൽ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചിഹ്നങ്ങളിൽ ബാഹ്യമായ ഇടപെടലുകൾ വഴി വ്യതിയാനം സംഭവിക്കാതെ നോക്കുക. അപ്പം വളരെ സ്മൂത്തായിട്ട് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വേറെ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും ഇല്ലാതെ സന്ദേശത്തിനെ ഉത്ഭവസ്ഥാനത്തിൽ നിന്നും പ്രാപ്യസ്ഥാനത്തോട്ട് എത്തിക്കുക. ഇത്രയാണ് ഈ വൃത്താന്ത സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളായിട്ട് പറയുന്നത്. ഏറ്റവും കുറച്ച് സങ്കേത ചിഹ്നങ്ങൾ ഉപയോഗിക്കുക, ഏറ്റവും വേഗത്തിൽ ആശയവിനിമയം നടത്തുക, അതുപോലെ തന്നെ
ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാതെ നോക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്ദേശത്തിനെ വളരെ വിജയകരമായിട്ട് ഉത്ഭവസ്ഥാനത്തിൽ നിന്നും പ്രാപ്യസ്ഥാനത്തോട്ട് എത്തിക്കാം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. 2 ഭാഗങ്ങളാണുള്ളത്. അത് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അന്ന് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ് കേട്ടോ.